പലരുടെയും ജീവിതത്തിൽ ഈ കാരണങ്ങൾ കൊണ്ട് ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം എൻ്റെ മുത്തുമണികളെ അസ്സലാമലൈക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാട്ടോ, അതായത് ദമ്പതികളായ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പല ലൈഫും തകരുന്നത് എന്താണ്? അപ്പം പലരും ഡിപ്രഷൻ കാരണം, അതായത് ടെൻഷൻ, അമിതമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കണം. ആ ടെൻഷൻ്റെ ഒക്കെ കാരണം നമ്മൾ എന്നാണ് വരുത്തി വെക്കുന്നത്. അതായത് ഞാനും നിങ്ങളും നമ്മുടെ ലൈഫ് എത്രത്തോളം സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം സക്സസ്ഫുൾ ആകാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. കാരണം നിസ്സാര കാരണത്താൽ നമ്മൾ പലരും ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്ന് അതിന് ശേഷം തന്നെ നമ്മളെ ജീവിതം പലരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താറുമാറായി കിടക്കുക. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ചിരിക്കണം. ശരിക്കും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്നതിന് പകരം, അപ്പോൾ ടെൻഷൻ വരുന്നവർക്ക് പലർക്കും പല കാരണങ്ങളാണ്. ഉദാഹരണം പറയുകയാണ്, ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഇങ്ങനെ ചെയ്യാനുള്ളത് എന്താ? ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ചെയ്യേണ്ടത് എന്താ? അതിസുന്ദരിയായ ഒരു ഭാര്യ ഞങ്ങൾക്ക് ഉണ്ട് ഇല്ലേ? അപ്പോൾ ഭാര്യ ചെയ്യേണ്ടത് എന്താ? എല്ലാ ഭർത്താക്കന്മാരും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യമാർ സ്വതവേ ചെയ്യുന്നതെന്താ? ഇന്ന് ആ സാധനം വാങ്ങിയോ, ഇന്ന് നമ്മൾ അവിടെ പോകാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആകെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റൈലൊന്ന് മാറ്റിയിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഒന്ന് അണിഞ്ഞൊരുങ്ങി ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ചിരിച്ച് നോക്കി. അപ്പം ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വാരിക്കോരി കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുണ്ട് ചെയ്യേണ്ടത്. അതായത് ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഒരു മെഷീനൊന്നുമല്ല. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ആകെ ഡിപ്രഷനായിരിക്കും. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കും. കാരണം അവർക്ക് നിങ്ങൾ സമയം കൊടുക്കണം. മെയിനായിട്ടുള്ളതാണ് ഒരു ഭർത്താവ് എന്നതിലേക്ക് ഭാര്യനെ കേൾക്കാനുള്ളൊരു സമയം. അതല്ലാത്ത പക്ഷം കാരണം ഒരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകില്ല. കാരണം എന്നും പ്രശ്നങ്ങളും ഇതുമായിട്ട് എന്തൊരു സമാധാനമില്ലാത്ത പലരും പറയുന്നത്, എനിക്ക് ജീവിതം എന്ന് മടുത്ത് മരിച്ചാൽ മതി, എന്തോ ഇതിലങ്ങനെ പോകുന്നു. പലരുടെയും പ്രശ്നമാണ്. അതിപ്പോൾ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിൽ സെയിം സിറ്റുവേഷനിലൂടെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ആകുന്നുണ്ട്, വേറെ മറ്റു കാരണങ്ങളുണ്ടെങ്കിൽ ഒന്നുമല്ല, നേരെ വണ്ടി എടുത്തൊരു യാത്ര പോയി അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണാമല്ലോ. അപ്പോൾ അതിനൊന്നും വലിയ സമയമോ ചിലവോ ഒന്നും വരുന്നില്ല. അതിമനോഹരമായിട്ട് സുന്ദരമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടാൽ തന്നെ നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടി. പിന്നെ നിങ്ങൾ തിരിച്ചു വരുന്ന പുതിയൊരാളായിട്ടാണ് അല്ലേ? ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളെ ബീച്ചിലോ പാർക്കിലോ കുട്ടികളൊക്കെ കൂട്ടി പോവാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് എന്ന നിലയ്ക്ക് കുറേ ഭാര്യനെ മനസ്സിലാക്കണം. അതായത് ഭാര്യയും ഭർത്താവുമായിട്ട് ഡിഫറൻസ്. ഭാര്യമാർ ഒരുപാട് സംസാരിക്കും. കാരണം ഒരുപാട് സംസാരിക്കാനുള്ളൊരു കഴിവ് ദൈവം അവർക്ക് കൊടുത്തുക. അപ്പോൾ അവർ സംസാരിക്കട്ടെ. അപ്പോൾ അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെ വരുമ്പോൾ ബെഡ്റൂമിലൊക്കെ ഓര് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് മൂളിക്കേട്ടാൽ മതി. അപ്പോൾ അതോർക്കൊരു സന്തോഷം, എന്നെ കേൾക്കാനൊരാളുടെ. അപ്പോൾ ഭർത്താവും അതുപോലെ തന്നെ ഭാര്യയും ചെയ്യേണ്ടത് ഭർത്താവിനോട് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഇളം പുഞ്ചിരിയൊക്കെ ആയിട്ട് ഒന്ന് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഒന്ന് സുന്ദരിയായിട്ട് ഒന്ന് അണിഞ്ഞൊരുങ്ങുക. അത് ഭർത്താവും തന്നെ ഒന്ന് ഫ്രീക്ക് ലുക്കിലൊക്കെ ആയിട്ട് വന്നിട്ട്, ചില ആൾക്കാരുണ്ട് ഏതോ കാലത്തെ ഷർട്ട് പാൻറ്റുകളൊക്കെ ഉപയോഗിച്ച് ഒരു മോഡലല്ലാത്ത രീതിയിൽ ശരിക്കും നിങ്ങളെ ഭാര്യ ആഗ്രഹിക്കും നിങ്ങളൊരു മോഡലൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കണം. അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോയാൽ തന്നെ നമ്മളെ ജീവിതത്തിൽ സമാധാനമുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.